അരുത കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയമില്ല. അവിടെ കോളേജ് രാഷ്ട്രീയമുള്ളവരുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയമായിരുന്നു. തെരഞ്ഞെടുപ്പ് പോലും രാഷ്ട്രീയം ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഒരു രാഷ്ട്രീയമായിട്ടും ബന്ധമില്ല പോയി. പക്ഷേ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ദീപികപത്രമാണ് എന്നെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. അന്ന് ദീപികപത്രം ഈ ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ബോസ്കോ 1-ലാണ് 1 and 3 എന്നാണ് പറയുന്നത്. അപ്പം റീഡിംഗ് റൂം എന്ന് പറയുന്നത് അതിൻ്റെ വരാന്തയിൽ തന്നെ അങ്ങേ അറ്റത്തൊരു മേശ അപ്പുറം ഇപ്പുറയും ബെഞ്ചിട്ടുള്ള പിള്ളേർക്കിടയിൽ വായിക്കാൻ. ഞാൻ എന്നാലും പത്രം വായിച്ചേക്കാൻ രാവിലെ അല്ലെങ്കിൽ ചെന്നപ്പം ദീപി എടുത്ത് കീറി കളഞ്ഞിരിക്കുന്നു. ആരുടെ അത് കീറിയെന്ന് ചോദിച്ചു. അപ്പം ആദ്യം ഫസ്റ്റ് കീറിയുന്ന പിള്ളേർക്ക് എല്ലാവരും സാറമ്മന്ന് വിളിച്ച് ഇന്നോണമെന്നാണ് നിയമം. അത് എനിക്കറിയത്തില്ല. ഞാനിത് ആരാ കീറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തേക്ക് ഞാനാടാന്ന് പോയി. നീ ആരടാ കീറെന്ന് ഞാൻ ചോദിച്ചു. അടിയല്ലാത്തെല്ലാം നടന്നു. അപ്പം അങ്ങനെ ആദ്യമേ ഞാൻ എൻ്റെ വായി വന്ന് തെറിയല്ല ഞാൻ വിളിച്ചു. ഒരു സൈമൺ പുള്ളി ഒരു അഡ്വക്കേറ്റ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ തെറി നടന്നുകൊണ്ട് ഇപ്പം അന്ന് ഹോസ്റ്റലിൻ്റെ ചെയർമാൻ ഇന്ന് കോലപ്പൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കറിയില്ല. കോലപ്പൻ വന്നു. ഇതേ ചെയർമാനെ കണ്ടില്ലേ ഒരു കേരള കോൺഗ്രസ്സുകാരൻ. ഞാൻ ദീപി എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഇമാരെല്ലാം കൂടെ ഇതേ ഒരു കേരള കോൺഗ്രസ്സുകാരൻ വന്നിരിക്കുന്നു പറഞ്ഞു. കോലപ്പൻ ഇങ്ങനെയെന്ന് വെച്ച് അതിനടാ കുഴപ്പമൊന്നും. ഞാനും കേരള കോൺഗ്രസ് വന്നു. അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ തുടങ്ങി ഞങ്ങൾ അവിടെ. തേവര കോളേജ് സെക്കൻഡ് ഇയർ ഞങ്ങൾ കോളേജ് പിടിച്ചു. അന്ന് PC ജോസഫ് സംഘടനാ കോൺഗ്രസ്സിൽ നിൽക്കുക. അവനെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് 2ാം കൊല്ലം കോളേജ് ഞങ്ങളുടെ. അങ്ങനെ പിന്നെ എറണാകുളം പിന്നെ KC പ്രവർത്തനമായിരുന്നു നമ്മുടെ ജോലി. അങ്ങനെയാണ് KCയിലും കേരള കോൺഗ്രസും വന്നത്. അപ്പോൾ അന്ന് KM മാണി, ജേക്കബ്, TN ജേക്കബ് അവരൊക്കെ MLA കോട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. MLA കോട്ടേഴ്സും പോട്ടെ നമ്മുടെ എൻ്റെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിളിക്കുമായിരുന്നു. ബെസ്റ്റ് ഹൗസ് വന്നിട്ട് ഇവർ വിളിക്കും, അങ്ങോട്ട് പോകും. ജോസഫ് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് വന്നത്.